കൊല്ലിഷൻ ഓഫ് വില്ലിങ്ങിനെ കുറിച്ച് നമ്മൾ ഇതിനകം ഒരുപാട് കാര്യങ്ങൾ സംസാരിച്ചതാണ്. ഇതിന്റെ ഒരു മീറ്റിംഗ് നടന്ന് അവസാനിച്ചു. മീറ്റിംഗിന് ശേഷം ഒരുപാട് വാർത്തകൾ പുറത്തു വന്നിരുന്നു. പ്രധാനമായും റോസ്നെഫ്റ്റ് ലുക്കോയിൽ അമേരിക്കയും യൂറോപ്യൻ യൂണിയനും ചേർന്ന് പല തരത്തിലുള്ള സാമ്പത്തിക ഉപരോധം ഏർപ്പെടുത്തി. ഈ സാമ്പത്തിക ഉപരോധം ഇതുവരെയും നൽകിയിട്ടുള്ളതിൽ വെച്ച് വളരെ സ്ട്രിക്റ്റ് ആയ ഒന്നായി തന്നെ ഇത്തവണ മാറിയിരിക്കുകയാണ്. വളരെ വ്യക്തമായി പറഞ്ഞാൽ റഷ്യക്ക് 1000 രൂപ വരുമാനം വരുന്നുണ്ടെങ്കിൽ അതിൽ 300 രൂപ പ്രൊഡ്യൂസ് ചെയ്യുന്നത് ഈ 2 കമ്പനികളാണ്. അപ്പോൾ അവരുടെ ഈ ഇൻകമിൽ, പ്രധാനമായും എനർജി ഇൻകമിൽ, ഈ 2 പേരുടെയും പങ്ക് എത്രത്തോളം ഉണ്ടെന്നുള്ളത് ഈ സ്റ്റേറ്റ്മെന്റിലൂടെ തന്നെ അറിയാൻ സാധിക്കും. ഇപ്പൊ സെലൻസ്കി പറഞ്ഞത്, നിങ്ങൾ സാങ്ഷൻസ് മാത്രം നൽകിയാൽ പോരാ, നിങ്ങൾ സാങ്ഷൻസ് നൽകിയാൽ റഷ്യ അതിലുള്ള ഒരു ലൂപ്പ് ഹോൾ കണ്ടെത്തും. നിങ്ങൾ സ്വിഫ്റ്റ് പോലെ ഒരുപാട് പേയ്മെന്റ് സിസ്റ്റം റഷ്യയ്ക്കുള്ളിൽ ബ്ലോക്ക് ചെയ്യുകയാണെങ്കിൽ അവർ ലോക്കൽ കറൻസിയിൽ ട്രേഡ് ചെയ്യും. അപ്പോൾ ഇതിനെല്ലാം ഒരേ ഒരു പോം വഴിയേ ഉള്ളൂ. നിങ്ങൾ അവർക്കൊരു എനർജി ബാൻ നൽകിയാൽ മാത്രം പോരാ, എനിക്ക് വെപ്പൺസ് നൽകി റഷ്യയെ സ്ട്രൈക്ക് ചെയ്യാനുള്ള ഒരു അനുവാദം നൽകുക. ഇങ്ങനെയായിരുന്നു പറഞ്ഞത്. സത്യത്തിൽ ഇദ്ദേഹം പറയുന്നത് എന്താണെന്ന് മനസ്സിലാകുന്നേയില്ല. ഉക്രൈൻ യുദ്ധം അവസാനിപ്പിക്കാൻ എന്തെല്ലാം ചെയ്യാൻ കഴിയുമോ അതെല്ലാം മറ്റ് രാജ്യങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അതായത് ഇതുവരെയും റഷ്യയിൽ ഏകദേശം 240-ലധികം സാമ്പത്തിക ഉപരോധം ഏർപ്പെടുത്തി. എന്നാൽ 240 സാമ്പത്തിക ഉപരോധം എത്രത്തോളമാണോ റഷ്യയുടെ കഴുത്ത് ഞെരിച്ചുകൊണ്ടിരിക്കുന്നത്, അതിനേക്കാൾ ഒരുപടി മുകളിലാണ് ഇപ്പോൾ നൽകിയ ഈ സാമ്പത്തിക ഉപരോധം. അതായത് റോസ്നെഫ്റ്റ് ലുക്കോയിൽ നൽകിയിട്ടുള്ള ഈ സാമ്പത്തിക ഉപരോധം റഷ്യക്ക് വലിയൊരു പ്രഷർ തന്നെ അവിടെ ക്രിയേറ്റ് ചെയ്യുന്നുണ്ട്. ഇന്ത്യയിലുള്ള റെഫൈനറീസും ഇപ്പോൾ അറിയിപ്പ് നൽകിയിട്ടുണ്ട്, ഞങ്ങൾ ഓൾട്ടർനേറ്റീവ് സോഴ്സസ് ഫൈൻഡ് ചെയ്യാൻ പോവുകയാണ്. മിഡിൽ ഈസ്റ്റിന്റെ പക്കൽ നിന്നും ക്രൂഡ് വാങ്ങണോ അതോ അമേരിക്കയുടെ പക്കൽ നിന്നും ക്രൂഡ് വാങ്ങണോ, ഇങ്ങനെ ഞങ്ങളുടെ ട്രേഡിംഗ് പാർട്ട്ണറെ ഓൾട്ടർ ചെയ്യാനുള്ള വഴികൾ ഞങ്ങൾ തിരയുകയാണ് എന്ന് ഇന്ത്യ ഓപ്പണായി തന്നെ ഒരു സ്റ്റേറ്റ്മെന്റ് നൽകി ഈ ഒരു സാങ്ഷൻ വന്നതിന് ശേഷം. അപ്പോൾ റഷ്യയ്ക്ക് ഇത് എത്ര വലിയ പ്രശ്നം ഉണ്ടാക്കുമെന്നുള്ളത് സെലൻസ്കിക്ക് നന്നായി തന്നെ അറിയാം. എന്നാൽ ഇദ്ദേഹത്തിന്റെ പോയിന്റ് ഓഫ് വ്യൂവിൽ റഷ്യ ഈ യുദ്ധം അവസാനിപ്പിക്കണം എന്നുണ്ടെങ്കിൽ അദ്ദേഹം മോസ്കോയെ ആക്രമിക്കണം. അപ്പോൾ വ്യക്തമായ സെലൻസ്കിയുടെ ഈഗോ ആണ് അവിടെ പ്ലേ ആകുന്നത്. വെപ്പൺസ് എനിക്ക് നിങ്ങൾ നൽകുക, സാമ്പത്തിക ഉപരോധമോ മറ്റെന്ത് വേണമെങ്കിലും നിങ്ങൾ നൽകുക, അതെനിക്കൊരു പ്രശ്നമല്ല. നിങ്ങൾ നൽകുന്ന ഒന്നും തന്നെ അവിടെ പ്രാവർത്തികമാകില്ല. അങ്ങനെ പ്രവർത്തിച്ചാൽ പോലും എനിക്ക് നിങ്ങൾ വെപ്പൺസ് തരിക. ഇങ്ങനെ അദ്ദേഹത്തിന്റെ ആ ഒരു സ്റ്റാൻഡിൽ അങ്ങനെ ഉറച്ചു നിൽക്കുകയാണ്. ഇദ്ദേഹം ഈ ചോദിക്കുന്ന രീതിയിൽ വെപ്പൺസ് നൽകുമോ എന്ന് ചോദിച്ചാൽ ഇതിനകം അമേരിക്ക ബാക്കിലോട്ട് പോയിട്ടുണ്ട്. ട്രംപ് ഒരു കാര്യം ക്ലിയർ ആയി പറഞ്ഞു, ഇവയെല്ലാം ഈ പറയുന്നതെല്ലാം കിംവദന്തിയാണെന്ന്. അതായത് വാൾസ്ട്രീറ്റ് ജേർണലിൽ വന്ന വാർത്തകളായിക്കോട്ടെ, വാഷിംഗ്ടൺ പോസ്റ്റിൽ വന്ന വാർത്തകളായിക്കോട്ടെ, ടോമഹോക്ക് ക്രൂസ് മിസൈൽസ് നൽകാൻ പോവുകയാണ്. ടോമഹോക്ക് ക്രൂസ് മിസൈൽസ് നൽകുന്നതിലൂടെ ഡീപ് ഡൗൺ റഷ്യൻ ടെറിട്ടറിക്കുള്ളിൽ സ്ട്രൈക്ക് ചെയ്യാൻ പോകുന്നു എന്നുള്ള വാർത്തകളൊക്കെ പൂർണ്ണമായും ട്രംപ് റിജക്ട് ചെയ്തു. അപ്പോൾ പിന്നെ ഏത് വിശ്വാസത്തിലാണ് യൂറോപ്പിനോട് ഇദ്ദേഹം ഈ മിസൈൽസ് ചോദിക്കുന്നത്? അല്ലെങ്കിൽ യൂറോപ്പ് ഇനി ഒരു പക്ഷേ മിസൈൽസ് നൽകിയാലും, സ്റ്റോം ഷാഡോ അല്ലെങ്കിൽ അവരുടെ പക്കലുള്ള വളരെ അഡ്വാൻസ്ഡ് ആയിട്ടുള്ള എക്യുപ്മെന്റ്സ് നൽകിയാലും റഷ്യക്കെതിരെ അത് ഫയർ ചെയ്താൽ, മോസ്കോയിൽ ഈ ഒരു മിസൈൽ ചെന്ന് സ്ട്രൈക്ക് ചെയ്താൽ അതിന്റെ തിരിച്ചടി എത്രത്തോളം ഇങ്ങോട്ടേക്ക് വരുമെന്നുള്ളത് സെലൻസ്കിക്ക് നന്നായി തന്നെ അറിയാം. അദ്ദേഹത്തെ സംബന്ധിച്ചിടത്തോളം റഷ്യയെ എക്കണോമിക്കൽ വൈസ് മാത്രം ആക്രമിക്കാൻ പാടില്ല. റഷ്യയ്ക്കുള്ളിലെ ചില പ്രധാനപ്പെട്ട ക്രിട്ടിക്കൽ അസറ്റ് എല്ലാം നശിപ്പിച്ചു എന്ന ആ ഒരു പേര് സെലൻസ്കിക്ക് ലഭിക്കണം. ആ ഒരു പേരിന് വേണ്ടി മാത്രമാണ് ഇത്രത്തോളം അദ്ദേഹം കഷ്ടപ്പെടുന്നത്. പക്ഷെ അവിടെയും അദ്ദേഹം മറക്കുന്നൊരു കാര്യമുണ്ട്. കേഴ്സ് പ്രദേശത്ത് വെസ്റ്റേൺ എക്യുപ്മെന്റ്സ് കടന്നതിന് പോലും എത്ര വലിയൊരു തിരിച്ചടിയാണ് റഷ്യയുടെ പക്കൽ നിന്നും ഉക്രൈന് ലഭിച്ചത്. ഒരേ ഒരു ഓഷനിക് മിസൈലിലൂടെ ചെയ്ത സ്ട്രൈക്കിൽ ഇന്ന് വരെയും ആ നിപ്രോവേഴ്സ് ഫെസിലിറ്റിക്ക് എന്ത് സംഭവിച്ചു എന്നുള്ളത് പുറം ലോകത്തിന് അറിയില്ല. അപ്പോൾ പിന്നെ വീണ്ടും റിപ്പീറ്റഡ് ആയി ഇങ്ങനെ മിസൈൽസ് ചോദിച്ച് മോസ്കോയെ ഹിറ്റ് ചെയ്യുകയാണെങ്കിൽ അത് ഏത് തരത്തിലുള്ള പ്രത്യാഘാതം ഉണ്ടാക്കുമെന്ന് ഇദ്ദേഹത്തിന് അറിയാത്തതാണോ, അറിഞ്ഞുകൊണ്ടും അഭിനയിക്കുന്നതാണോ എന്ന് പോലും അറിയില്ല. എന്നാൽ യൂറോപ്പിനൊരു കാര്യം മനസ്സിലായി, ഞങ്ങൾ മിസൈൽസ് നൽകുന്നതിന് മുൻപ് റഷ്യയെ കഴിയുന്നത്ര തളർത്തുക. ഈ സാങ്ഷൻസ് തീർച്ചയായും വലിയൊരു തളർച്ച തന്നെ റഷ്യക്ക് നൽകിയിട്ടുണ്ട്. ഈ കൊല്ലിഷൻ ഓഫ് വില്ലിങ്ങിൽ 30 രാജ്യങ്ങളോളം ഉണ്ട്. അതിലൊരു 20 രാജ്യം പ്രധാനപ്പെട്ട രാജ്യങ്ങളാണ്. ഈ എല്ലാ രാജ്യങ്ങളും റഷ്യയിൽ നിന്നും സീറോ ഗ്യാസ്, സീറോ ക്രൂഡ് വാങ്ങുന്ന ഒരവസ്ഥയിലേക്ക് ഞങ്ങൾ കൊണ്ടെത്തിക്കുമെന്നും പറഞ്ഞിട്ടുണ്ട്. അതായത് ഈ രാജ്യങ്ങളുടെ പക്കൽ നിന്നും റഷ്യ എന്തെല്ലാമാണോ ഇൻകമായി ജനറേറ്റ് ചെയ്യുന്നത് അവയെല്ലാം പ്രാക്ടിക്കലായി അവസാനിപ്പിക്കാൻ പോവുകയാണ്. ഇത് എത്രത്തോളം പോസിബിളായ കാര്യമാണെന്നുള്ളത് വരും ദിവസങ്ങൾ മാത്രമേ അറിയാൻ സാധിക്കൂ. കാരണം പൂർണ്ണമായും സീറോ എന്നൊരു റേഷ്യോയിലേക്ക് കൊണ്ടുവന്നാൽ അവർ പിന്നെ പൂർണ്ണമായും അമേരിക്കയെ ആശ്രയിച്ചിരിക്കേണ്ട ഒരു അവസ്ഥയായിരിക്കും ഉണ്ടാവുക. കാരണം മറ്റു വഴികൾ യൂറോപ്പിനില്ല. ഫ്രാൻസിനോ ജർമ്മനിക്കോ UK-ക്കോ വലിയ വലിയ നാച്ചുറൽ ഗ്യാസ് റിസർവ് അല്ലെങ്കിൽ വലിയ ക്രൂഡ് ഓയിൽ റിസർവ് ഒന്നും തന്നെ അവരുടെ പക്കലില്ല. ഇനി അങ്ങനെ വേണമെന്നുണ്ടെങ്കിൽ ഒരുപാട് എൻവയോൺമെന്റൽ ലോസ് അവർ മാറ്റേണ്ട ഒരു ആവശ്യകത ഉണ്ടാകും. കാരണം അവയെല്ലാം ആ രാജ്യങ്ങളിൽ തടസ്സപ്പെടുത്തിയിട്ടുണ്ട്. പണമുണ്ട്, നമുക്ക് മറ്റു രാജ്യങ്ങളുടെ പക്കൽ നിന്ന് വാങ്ങാം എന്നുള്ളതാണ് ഇവരുടെ ഒരേ ഒരു നയം. അപ്പോൾ പിന്നെ പെട്ടെന്ന് റഷ്യയുടെ ഈ ക്രൂഡ് അവസാനിപ്പിക്കുകയാണെങ്കിൽ
അതിന് ഒരു ഓൾട്ടർനേറ്റീവ് ഓപ്ഷൻ ഇവർ ഫൈൻഡ് ചെയ്യാൻ വർഷങ്ങളോളം എടുക്കും. കാരണം ഈ ക്രൂഡ് പൈപ്പ് ലൈൻ വഴി കൊണ്ടുവരുമ്പോൾ ഇവർക്ക് കോസ്റ്റ് കുറവാണ്. അത് കപ്പലിൽ കയറ്റി അവിടെ നിന്നും ട്രാൻസ്പോർട്ട് ചെയ്ത് ഇവിടേക്ക് കൊണ്ടുവരുമ്പോൾ അതിന്റെ കോസ്റ്റ് വർദ്ധിക്കും. അപ്പോൾ യൂറോപ്യൻ യൂണിയൻ എടുത്തിരിക്കുന്ന ഈ ഒരു തീരുമാനം ഉക്രൈനെ സമാധാനത്തിലേക്ക് കൊണ്ടുവരാനുള്ള ഒരു ട്രംപ് കാർഡായി കാണുകയാണ്. കാരണം അവിടെ റഷ്യക്ക് വരുന്ന നഷ്ടം കൂടുതലാണ്. ഏറെ ദിവസത്തേക്ക് അവരെ കൊണ്ട് ഇങ്ങനെ അതിജീവിക്കാൻ കഴിയില്ല. മിലിറ്ററി പവർ വൈസ് അവർ എത്ര തന്നെ സ്ട്രോങ് ആണെങ്കിൽ കൂടിയും സമ്പദ് വ്യവസ്ഥ തിരിച്ചടി വാങ്ങിയാൽ എല്ലാം തകർന്നുകൊണ്ടേയിരിക്കും. ഇതിന്റെ എല്ലാം ഒരു റിഫ്ലക്ഷനായി ട്രംപിന് പുടിൻ ഒരു മറുപടി നൽകി. കാരണം ഹംഗറിയിൽ നടക്കുന്ന ഈ ഒരു മീറ്റിംഗ് അമേരിക്കൻ സൈഡിലാണ് മാറ്റിവെച്ചിട്ടുള്ളത്, പൂർണ്ണമായും അവസാനിപ്പിച്ചിട്ടില്ല എന്നുള്ളതാണ് ക്രെംലിന്റെ അനൗൺസ്മെന്റ്. അതിൽ പുടിൻ പറഞ്ഞത്, ഞങ്ങൾ സമാധാനത്തിന് എപ്പോഴും തയ്യാറാണ്, ഞങ്ങൾ പറയുന്നതെല്ലാം ഒരേ ഒരു കാര്യം മാത്രമാണ്. ട്രംപ് ചിന്തിക്കുകയാണെങ്കിൽ ഈ യുദ്ധത്തെ അവസാനിപ്പിക്കാൻ കഴിയും. ഇവിടെ ഈ സീസ് ഫയർ എന്നത് ഒരു ടോപ്പിക്കാക്കി മാറ്റണ്ട. പെർമനന്റ് പീസ് എന്നത് ട്രംപ് ചിന്തിച്ചാൽ മാത്രം മതി, അത് കൊണ്ടുവരാൻ സാധിക്കും. ഇപ്പോഴും ഞങ്ങൾ എല്ലാ കാര്യങ്ങൾക്കും ഓപ്പൺ ആണ്. എത്രയും പെട്ടെന്ന് റഷ്യ അമേരിക്കയ്ക്കിടയിൽ വളരെ പ്രധാനപ്പെട്ട ഒരു കൂടിക്കാഴ്ചയുണ്ടാകും. ഇങ്ങനൊരു സ്റ്റേറ്റ്മെന്റ് നൽകി. അപ്പോൾ രണ്ട് നേതാക്കന്മാരും എത്രയും പെട്ടെന്ന് കണ്ടുമുട്ടി സംസാരിക്കും. ഈ സംസാരത്തിൽ ഈ പ്രശ്നം സംബന്ധിക്കുന്ന ഒരു പ്രധാനപ്പെട്ട തീരുമാനം എടുക്കുകയാണെങ്കിലും അതിൽ ആശ്ചര്യപ്പെടാൻ ഒന്നുമില്ല. കാരണം റഷ്യക്ക് ഈ ഓയിൽ വഴി ഉണ്ടാകുന്ന നഷ്ടം എന്നത് ഒരു വലിയ നഷ്ടം തന്നെയാണ്. എന്നാൽ സെലൻസ്കി ചോദിക്കുന്നതിനൊക്കെ അവർ സമ്മതം മൂളുമോ, അല്ലെങ്കിൽ ട്രംപ് എന്ത് കണ്ടീഷൻ നൽകിയാലും റഷ്യ അത് കേൾക്കുമോ എന്നൊക്കെ ചോദിച്ചാൽ അതും സാധ്യമല്ലാത്തൊരു കാര്യമാണ്. സെലൻസ്കി ചെയ്യുന്നതൊന്നും റഷ്യക്ക് അംഗീകരിക്കാൻ കഴിയില്ല. അതുപോലെ തന്നെ പുടിൻ ചിന്തിക്കുന്ന കാര്യങ്ങളെല്ലാം ഉക്രൈനുള്ളിലും ചെയ്യാൻ കഴിയില്ല. അപ്പോൾ അതിനുള്ള പോസിബിലിറ്റീസ് ഇല്ല. ഒരു കാലത്ത് നിങ്ങളെ മാത്രം വിശ്വസിച്ചു കൊണ്ടിരുന്ന യൂറോപ്യൻ യൂണിയൻ ഇപ്പോൾ നിങ്ങളിൽ നിന്ന് മാറാൻ തുടങ്ങിയിട്ടുണ്ട്. അവിടെ പണം കൂടിയാലും പ്രശ്നമില്ല എന്ന് കരുതി മറ്റ് രാജ്യങ്ങളെ ആശ്രയിച്ച് വിശ്വസിച്ച് പോകാൻ തുടങ്ങി എന്നുണ്ടെങ്കിൽ അത് അവർക്കായിട്ടുള്ളൊരു നഷ്ടമല്ല, അവിടെയുള്ള ജനങ്ങൾക്കുള്ള പ്രശ്നം മാത്രമാണ്. പക്ഷെ അവിടെയുള്ള സർക്കാർ ഉദ്യോഗസ്ഥർ ഉക്രൈൻ യുദ്ധത്തെ അവസാനിപ്പിക്കാൻ ഇതിനെ ഒരു ടൂളാക്കി യൂസ് ചെയ്യുന്നുവെന്നുണ്ടെങ്കിൽ റഷ്യ ഇവിടെ പ്രതീക്ഷിക്കേണ്ടത് ഒന്ന് മാത്രമാണ്. എന്തായാലും മിലിറ്ററി വൈസ് ഒരിക്കലും യൂറോപ്യൻ യൂണിയന് റഷ്യയെ ജയിക്കാൻ കഴിയില്ല. യൂറോപ്യൻ യൂണിയനെ കൊണ്ട് മിലിറ്ററി വൈസ് ഒറ്റയ്ക്ക് യുദ്ധം ചെയ്ത് റഷ്യയിൽ ജയം കണ്ടെത്താൻ കഴിയില്ല. അപ്പോൾ റഷ്യയുടെ ഡിമാൻഡ് ചെയ്യേണ്ടത് ഒരേ ഒരു കാര്യം മാത്രമാണ്, എനിക്ക് വീണ്ടും എൻ്റെ എനർജി മാർക്കറ്റ് വേണം. അതായത് യൂറോപ്പ് വീണ്ടും റഷ്യയുടെ പക്കൽ നിന്നും ഗ്യാസും ക്രൂഡും വാങ്ങണം. അതിലൂടെ മാത്രമേ ഇവരുടെ എനർജിയെ സ്റ്റെബിലൈസ് ചെയ്യുകയുള്ളൂ. ഈ ഒരു കണ്ടീഷൻ സമ്മതിച്ച് ഉക്രൈൻ ഒക്കുപ്പൈ ചെയ്ത ടെറിട്ടറീസ് ഒക്കെ അക്സെപ്റ്റ് ചെയ്ത് ഈ പ്രശ്നം ഇതോടുകൂടി അവസാനിപ്പിച്ചാൽ തന്നെ അത് റഷ്യക്ക് ക്ലിയർ ആയ ഒരു വിക്ടറി തന്നെയായിരിക്കും. കാരണം യൂറോപ്പ് അല്ലാത്തൊരു എനർജി മാർക്കറ്റ് റഷ്യയെ കൊണ്ട് ചിന്തിച്ച് നോക്കാനേ കഴിയില്ല. കാരണം അതുവഴി മാത്രമാണ് അവർക്ക് വരുമാനം ലഭിക്കുന്നത്. അത്ര വലിയൊരു മാർക്കറ്റിന് നഷ്ടപ്പെടുക എന്നത് റഷ്യക്ക് വലിയൊരു നഷ്ടം തന്നെയാണ്. ഇതിനിടയിൽ ഉക്രൈൻ റഷ്യക്കുള്ളിൽ മറ്റൊരു കാര്യം കൂടെ ചെയ്തു. ബ്രിയാൻസ്ക് പ്രദേശത്തുള്ള 2 പ്രധാനപ്പെട്ട ഡാംസിനെ ഉക്രൈൻ അവർ ഡ്രോൺ ആക്രമണത്തിലൂടെ തകർത്തിട്ടുണ്ട്. റഷ്യ എങ്ങനെയാണ് ഉക്രൈന്റെ ഹൈഡ്രോ ഇലക്ട്രിക് പവർ പ്ലാന്റ്സിനെ ആക്രമിക്കുന്നത്, അതുപോലെ തന്നെ ഉക്രൈൻ റഷ്യക്കുള്ളിലെ ചെറിയ ചെറിയ ഡാംസിനെ നശിപ്പിക്കാൻ തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ ഈ 2 വിഭാഗവും പിന്നോട്ട് പോകുന്ന പോലെ തോന്നുന്നില്ല. ഇതിന് പകരം റഷ്യ നടത്തിയ ആക്രമണത്തിൽ 3 പേർ മരിച്ചതായി വാർത്ത വന്നിട്ടുണ്ട്. അപ്പോൾ ഡേ ടു ഡേ ഈ ആക്ടിവിറ്റീസ്, ഡ്രോൺ ആക്ടിവിറ്റി, മിസൈൽ ആക്ടിവിറ്റി, ഈ ആക്രമണങ്ങളെല്ലാം ഇൻക്രീസ് ആകുന്നത് ആരാണ് അവിടെ വലിയവൻ എന്നുള്ളത് പുറം ലോകത്തിന് കാണിച്ചു കൊടുക്കാൻ വേണ്ടി മാത്രമാണ്. ഒരു ഭാഗത്ത് റഷ്യ ഉക്രൈന്റെ ക്രിട്ടിക്കൽ എനർജി ഇൻഫ്രാസ്ട്രക്ചർ ആക്രമിക്കുന്നു, മറുവശത്ത് ഉക്രൈൻ റഷ്യക്ക് ആവശ്യമായിട്ടുള്ള ഡാമുകളെല്ലാം നശിപ്പിക്കുന്നു. ഇതിൽ 2 പേർക്കും നഷ്ടം മാത്രമേ ഉണ്ടാവുകയുള്ളൂ. റഷ്യ നശിപ്പിക്കുന്നതൊക്കെ വലിയ വലിയ പ്രോജക്റ്റ് ആയിരിക്കും, തിരികെ ഉക്രൈൻ നശിപ്പിക്കുന്നത് വളരെ ചെറിയ പ്രോജക്റ്റ് ഒക്കെ ആയിരിക്കും. അപ്പോൾ ഇതുപോലെ ഈ പ്രശ്നം പോയിക്കൊണ്ടിരിക്കുകയാണെങ്കിൽ ബോർഡറോട് ചേർന്നുള്ള പ്രദേശങ്ങളിൽ റഷ്യയുടെ ക്രിട്ടിക്കൽ ഇൻഫ്രാസ്ട്രക്ചേഴ്സ് നശിക്കും. ഇതവർ ശരിയാക്കും ഇല്ല, ഇതൊക്കെ അടുത്ത ടോപ്പിക്കാണ്. ഇതുവഴി ഉണ്ടാകുന്ന ആ ഫ്ലഡ് അവിടെയുള്ള ആയിരക്കണക്കിന് ജനങ്ങളുടെ ദൈനംദിന ജീവിതത്തെയായിരിക്കും ബാധിക്കുക. അടുത്തവർ കൃഷിയൊക്കെ ചെയ്യാനായി ഒരുപാട് ബുദ്ധിമുട്ടും. ഒരുപക്ഷെ സിവിയർ ഫ്ലഡിന് ഇടയിൽ അകപ്പെടുകയാണെങ്കിൽ അവരുടെ ജീവന് തന്നെ അത് ആപത്തായി മാറും. അപ്പോൾ റഷ്യ ഇപ്പോൾ വളരെ പ്രധാനപ്പെട്ട ഒരു ഘട്ടത്തിലാണുള്ളത്. റഷ്യ ഉക്രൈൻ യുദ്ധം അവസാനിക്കുമോ ഇല്ലയോ, അടുത്ത ഘട്ടത്തിലേക്ക് പോകുമോ, ഈ ഒരു സാഹചര്യത്തിലാണ് ഇപ്പോഴുള്ളത്. ഒന്നുകിൽ യൂറോപ്പ് മാർക്കറ്റ് തിരികെ വാങ്ങുന്ന ഒരു എഗ്രിമെന്റ് വാങ്ങി റഷ്യ യുദ്ധം അവസാനിപ്പിക്കണം. അതല്ല എങ്കിൽ എന്തായാലും വരട്ടെ എന്ന് ചിന്തിച്ച് അടുത്ത ഘട്ട യുദ്ധത്തിലേക്ക് പോയി അവിടെ ഫുൾ ഫോഴ്സ് ഉപയോഗിച്ച് ഉക്രൈൻ യുദ്ധത്തിൽ ജയിക്കും എന്നുള്ളൊരു സ്റ്റേറ്റ്മെന്റ് നൽകുക. ഇനി യുക്രൈൻ യുദ്ധത്തിൽ ജയിച്ചു എന്നുള്ളൊരു അനൗൺസ്മെന്റ് ഇവരെ കൊണ്ട് എപ്പോൾ മേക്ക് ചെയ്യാൻ സാധിക്കുമെന്ന് ചോദിച്ചാൽ അത് കീവിനെ പിടിച്ചെടുത്താൽ മാത്രമേ സംഭവിക്കുകയുള്ളൂ. അതൊഴികെ മറ്റൊന്നും ഒരു പരിഹാരമാകില്ല. റഷ്യക്ക് അവരുടെ പ്രൈഡ് തിരികെ കൊണ്ടുവരണം, നഷ്ടപ്പെട്ട കാര്യങ്ങളെല്ലാം തിരിച്ചെടുക്കണമെന്നുണ്ടെങ്കിൽ യൂറോപ്പ് മാർക്കറ്റ് പിടിച്ചെടുക്കുക മാത്രമാണ് അതിനുള്ളൊരു എളുപ്പവഴി. ഞാനീ പറയുന്നത്
റഷ്യൻ സൈഡ് നെഗറ്റീവ് സംസാരിക്കുന്ന പോലെ തോന്നാം. പക്ഷേ ഒരു കാര്യം മനസ്സിലാക്കുക, റഷ്യയുടെ എക്കണോമി ഇപ്പോൾ വാർ ടൈം എക്കണോമിയിലാണ് റണ്ണാകുന്നത്. ഇത് നന്നായി പോകുന്നത് പോലെയൊക്കെ തോന്നാം. എന്നാൽ ഈ വാർ എക്കണോമിയിൽ നിന്നും നോർമൽ ഒരു സമ്പദ് വ്യവസ്ഥയിലേക്ക് സ്വിച്ച് ആകുമ്പോൾ ഇതിൽ എന്തൊക്കെ ചരിവുകൾ ഉണ്ടാകുമെന്നുള്ളത് നമ്മൾ കാണാൻ പോവുകയാണ്. അപ്പോൾ പിന്നെ സമ്പദ് വ്യവസ്ഥയെ മെച്ചപ്പെടുത്താൻ എന്തൊക്കെ ചെയ്യാമോ അതെല്ലാം ചെയ്താൽ മാത്രമേ റഷ്യക്ക് അതൊരു നേട്ടമായി മാറുകയുള്ളൂ. ഇത് പുടിൻ തന്നെ ഒരുപാടിടങ്ങളിൽ സമ്മതിച്ചിട്ടുമുണ്ട്. അപ്പോൾ അതിനെന്തെല്ലാം കോംപ്രമൈസ് ഇവർക്ക് ചെയ്യാൻ കഴിയും, അതാണ് റഷ്യൻ സൈഡിലും ഉക്രൈൻ സൈഡിലും നോക്കേണ്ടത്. എന്നാൽ സെലൻസ്കി ചിന്തിക്കുന്നത് പോലൊന്നും ചെയ്യാൻ കഴിയില്ല. സെലൻസ്കിയുടെ ഉദ്ദേശം മോസ്കോയെ ആക്രമിക്കണം. അദ്ദേഹം ഈ ഒരു ചിന്തയിൽ അങ്ങനെ ഒറ്റക്കാൽ നിൽക്കുകയാണെങ്കിൽ അതിന്റെ അനന്തരഫലങ്ങളും അദ്ദേഹം അനുഭവിക്കേണ്ട ഒരു ഘട്ടത്തിലേക്ക് വരും. ഇക്കാര്യങ്ങളെല്ലാം അദ്ദേഹത്തിന് അറിയാം. എന്നിട്ട് കൂടിയും അദ്ദേഹത്തിന് ഒരു പ്രൈഡ് സംരക്ഷിക്കാൻ വേണ്ടിയാണ് ഇങ്ങനെയെല്ലാം ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഈ ഒരു വീഡിയോയെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായം കമന്റിൽ പറയുക. കൂടുതൽ അപ്ഡേറ്റ്സിനായി വോയിസ് ഓഫ് വിക്കിയെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം.